ശബരിമലയിലെ കൊടിമരം പുനഃപ്രതിഷ്ഠിക്കാനുള്ള തീരുമാനം എടുത്തത് UDF സർക്കാരിന്റെ ഭരണകാലത്തെന്ന് കണ്ടെത്തൽ. കോൺഗ്രസ് നേതാവ് MP ഗോവിന്ദൻ നായർ അധ്യക്ഷനായ ബോർഡാണ് 2014 കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കുള്ള തീരുമാനം എടുത്തത്. ഈ തീരുമാനം നടപ്പിലാക്കിയത് പിന്നീട് LDF സർക്കാരിന്റെ കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള UDF ഭരണസമിതി. കൊടിമരത്തിന് ജീർണതയെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതോടെയാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത്. ശബരിമലയിലെ കൊടിമരം മാറ്റിസ്ഥാപിച്ച സാഹചര്യത്തെക്കുറിച്ചും ബന്ധപ്പെട്ട ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം വേണമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊടിമര മാറ്റത്തിന് പിന്നിൽ 2 സർക്കാരുകളും 2 ദേവസ്വം ബോർഡുകളും ഇടപെട്ടിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവരുന്നത്. കൊടിമരത്തിലെ അനധികൃതമായി പെയിന്റ് അടിച്ചതും ജീർണതയും ചൂണ്ടിക്കാട്ടിയുള്ള ദേവപ്രശ്ന ഫലമാണ് കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് വഴി തുറന്നത്. കൊടിമരത്തിന്റെ മുകളിൽ ലേപന പ്രക്രിയ ചെയ്തിരിക്കുന്നത് ദോഷമാണ്. ഒപ്പം ജീർണതയും ഉള്ളതിനാൽ കോൺക്രീറ്റ് കൊടിമരം മാറ്റി തടി കൊണ്ടുള്ള പുതിയ കൊടിമരം സ്ഥാപിക്കണമെന്നും ദേവപ്രശ്നത്തിൽ നിർദ്ദേശിച്ചിരുന്നു. ചെറുവള്ളി നാരായണൻ നമ്പൂതിരി, കുറ്റനാട് രാവണ്യ പണിക്കർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ദേവപ്രശ്നം. ഉമ്മൻചാണ്ടി സർക്കാർ നിയോഗിച്ച കോൺഗ്രസ് നേതാവ് MP ഗോവിന്ദൻ നായർ അധ്യക്ഷനായ ബോർഡാണ് ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ 2014 കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കുള്ള തീരുമാനമെടുത്തത്. ഈ തീരുമാനം നടപ്പിലാക്കുന്നത് പക്ഷേ LDF സർക്കാരിന്റെ കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിലെ UDF ഭരണസമിതിയും, അതായത് LDF UDF സർക്കാരുകളും അക്കാലത്തെ ദേവസ്വം ബോർഡുകളും അറിഞ്ഞാണ് കൊടിമര പുനഃപ്രതിഷ്ഠ നടക്കുന്നതെന്ന് സാരം. ജനം, തിരുവനന്തപുരം.